ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ പരിപാടിയാണ് മോളെ ഡാൻസിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ടുപോകും, ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ പോകുന്നതിന് മുന്നോടിയായിട്ട് മോൾക്ക് മൂടുണ്ടെങ്കിൽ അവൾ എന്നോട് പറയും, അമ്മ എൻ്റെ തലയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കണമെന്ന്. അപ്പോൾ എനിക്ക് സമയവും അവളുടെ മൂഡും അനുസരിച്ച് ഞാനതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ പോകുന്നത് കാരണം എനിക്ക് ഹെയർ സ്റ്റൈലൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല. അതെല്ലാം ആ ദിവസങ്ങളിൽ ചെയ്യുന്നത് അമ്മയാണ് ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ആ ഒരു മിസ്സിങ് എല്ലാം ഞാൻ ഒഴിവാക്കുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അതിന് ശേഷം എൻ്റെ ആ മോളെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ കൂടെ തിരിച്ച് വിടുവാണ്. അപ്പോൾ അവൾ വന്ന സന്തോഷം, പിന്നെ മിക്കവാറും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ക്ഷീണമാണ് പാവം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ബേക്കറിയിലായിരിക്കും കയറുന്നത്, ഷേക്ക് വല്ലതും കുടിക്കും. അപ്പോൾ ഇന്ന് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വേറൊരു വഴി കൂടെ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കണമല്ലോ. ഞാൻ ഫുഡ് എടുത്തായിരുന്നു, പിന്നെ അവർ വന്ന ഒരു സന്തോഷത്തിൽ ഞാൻ ബിരിയാണിയാക്കി. ഫുഡ് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു വിട്ടു. പിന്നീട് വീട്ടിൽ പോയിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. നമ്മളെല്ലാവരും ഫുഡീസാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാനൊരു ഫുഡിയാണെന്നുള്ള കേസ്. അപ്പോൾ ചായ കുടിക്കാറുണ്ട്, പിന്നെ ഇതുപോലുള്ള ഫുഡെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഫുഡ് കഴിക്കുന്നതൊക്കെ, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ നോൺ വെജാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിക്കനും ഫിഷും എല്ലാം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പോയതിന് ശേഷം, ഞാൻ പോകുന്നതിനടുത്തായിരുന്നു എൻ്റെ ചേട്ടൻ്റെ പണി സൈറ്റ്. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു വൈകുന്നേരം നമുക്ക് തിരിച്ച് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം ചേട്ടൻ്റെ സൈറ്റിൽ പോയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പണിയെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡെല്ലാം ഉള്ളവർക്ക് ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചെയ്ത വർക്കിൻ്റെ ആ ഒരു ക്ഷീണം കാരണമൊക്കെ എൻ്റെ ചേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഫോണെല്ലാം നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട്. പക്ഷേ അതെല്ലാം ഒഴിവാക്കാൻ വല്ലപ്പോഴും അവരുടെ സൈറ്റിലൊന്ന് പോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്കെന്ന് തോന്നി. കാരണം അത്രത്തോളം പണികൾ അവരവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് റിലാക്സേഷൻ എല്ലാവർക്കും വേണ്ടേ. പാവം എൻ്റെ ചേട്ടൻ അന്ന് തിരിച്ചു വന്നിട്ട് നമുക്കും പണി നടക്കുന്നുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അതിൻ്റെ പണിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടാണ് ചേട്ടൻ റെസ്റ്റ് എടുത്തത്. അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാ, പൈസ മാത്രം പോരല്ലോ, ഇതുപോലുള്ള അധ്വാനങ്ങളും നമുക്ക് ചില സമയത്ത് ഇടേണ്ടതായിട്ട് വരും.